ആകാശവാണി കവരത്തി. ഫെൺഫോരിഷ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ആകാശവാണി കവരത്തി നിലയത്തിൻ്റെ ഫെൺഫോരിഷ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. സമൂഹത്തിൽ നിയമപരമായ അവബോധം വളർത്തുന്നതിലും സാധാരണക്കാർക്ക് നിയമസഹായം ലഭ്യമാക്കുന്നതിലും പാരാലീഗൽ വോളണ്ടിയർമാർ വഹിക്കുന്ന പങ്ക് വളരെ വിലപ്പെട്ടതാണ്. നിയമത്തെക്കുറിച്ചുള്ള അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും അർഹരായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാക്കാൻ വഴികാട്ടുകയും ചെയ്യുന്ന നിസ്വാർത്ഥ സേവനമാണ് അവർ നിർവഹിക്കുന്നത്. ഇന്നത്തെ ഫെൺഫോരിഷയിൽ നമ്മളോടൊപ്പമുള്ളത് അത്തരത്തിൽ സമൂഹ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പാരാലീഗൽ വോളണ്ടിയറാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി കവരത്തി ദ്വീപ് സ്വദേശിനി ശ്രീമതി നബീസത്ത് ബി. നമസ്കാരം. ആകാശവാണി കവരത്തി നിലയത്തിൻ്റെ ഫെൺഫോരിഷ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് നബീസത്ത് ബി കെ പി, കവരത്തി ദ്വീപ് സ്വദേശിനിയാണ്. ഇപ്പോൾ നിലവിൽ പാരാലീഗൽ വോളണ്ടിയറായി വർക്ക് ചെയ്യുന്നു. ഇതിനു മുമ്പ് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇതിനു മുമ്പ് നെഹ്റു യുവ കേന്ദ്രയിൽ നാഷണൽ യൂത്ത് വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂൾ SMS ഓഫീസിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നാഷണൽ യൂത്ത് വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് കേരളത്തിന് പുറത്തുള്ള ഇൻ്റർ സ്റ്റേറ്റ് യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി അവസരം ലഭിച്ചത്. ലക്ഷദ്വീപിൽ നിന്ന് ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ആദ്യം എന്താണ് തോന്നിയത് മനസ്സിൽ? വലിയ സന്തോഷമായിരുന്നു, മനസ്സ് നിറയെ. സ്വന്തം സംസ്ഥാനം വിട്ട് രാജ്യത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പ്രതിനിധിയാകാൻ പോകാൻ കഴിയുന്നു എന്നത് തന്നെ വലിയ സന്തോഷമാണല്ലോ. അതിലുപരി വലിയ അഭിമാനവുമായിരുന്നു. കൂടാതെ അല്പം ഭയവും ആശങ്കയും കൂടി ഉണ്ടായിരുന്നു. തികച്ചും അപരിചിതമായ സ്ഥലം, അവിടുത്തെ ഭാഷ, കാലാവസ്ഥ, ഭക്ഷണം എന്നിവയോട് എങ്ങനെ പൊരുത്തപ്പെടും എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ആശങ്കയും കൂടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നാഷണൽ യൂത്ത് വോളണ്ടിയറായി പ്രവർത്തിച്ച കാലത്ത് ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഏതെങ്കിലും അനുഭവം പങ്കുവെക്കാമോ? നാഷണൽ യൂത്ത് വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകമായി യൂത്ത് ക്ലബ്ബുകൾ രൂപീകരിക്കാനും യുവാക്കളെ ഒരുമിച്ച് കൂട്ടി വിവിധ സാംസ്കാരിക കായിക പരിപാടികൾ സംഘടിപ്പിക്കുവാനും സാധിച്ചു. ആളുകളോട് സംസാരിക്കുവാനും സദസ്സിനെ അഭിസംബോധന ചെയ്യുവാനുമുള്ള ഭയം മാറി മികച്ച ആശയവിനിമയ ശേഷി വളർത്തിയെടുക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ പരിചയപ്പെടാനും അവസരം ലഭിച്ചു കാണുമല്ലോ. ഇൻ്റർ സ്റ്റേറ്റ് യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പങ്കെടുത്ത അനുഭവം എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ പ്രോഗ്രാം നടന്നത് ഷിംലയിലായിരുന്നു. 15 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. ഷിംലയിലെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ തണുപ്പും പ്രകൃതി സൗന്ദര്യവും, ഷിംലയിലെ അതിമനോഹരമായ കാലാവസ്ഥയും മഞ്ഞുമൂടിയ മലനിരകളും പൈൻമരങ്ങൾ നിറഞ്ഞ കാടുകളും ഞങ്ങളുടെ യാത്രയെ ഊർജ്ജസ്വലമാക്കി. ദിവസവും രാവിലെ നടക്കുന്ന യോഗ, കായിക മത്സരങ്ങൾ എന്നിവ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ മാറ്റുകൂട്ടി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ യുവതി യുവാക്കളും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള യുവതി യുവാക്കളും പരസ്പരം മനസ്സിലാക്കാനും ഭാരതത്തിൻ്റെ വൈവിധ്യമാർന്ന സംസ്കാരം, ആചാരങ്ങൾ, ഭാഷകൾ എന്നിവ നേരിട്ടറിയാനും ഈ പരിപാടി അവസരമൊരുക്കി. ഇതൊക്കെ തന്നെയാണ് എൻ്റെ നല്ല അനുഭവമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഇതുകൂടാതെ എനിക്ക് തമിഴ്നാട് ബോർഡറിലെ അപ്പർ ഷോളയാർ ഡാമിൽ അഡ്വഞ്ചർ ക്യാമ്പിനു കൂടി പങ്കെടുക്കുവാനായി അവസരം ലഭിച്ചിട്ടുണ്ട്. ഇത്തരം യാത്രകളും ക്യാമ്പുകളും പലപ്പോഴും ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടും ആത്മവിശ്വാസവും മാറ്റിമറിക്കാറുണ്ട്. മാഡത്തിൻ്റെ അഭിപ്രായത്തിൽ യാത്രകളും ക്യാമ്പുകളും ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തെ എങ്ങനെ മാറ്റിമറിക്കും? നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ തിരക്കുകളിൽ നിന്നും മാറ്റങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഇടവേള മനസ്സിന് വലിയ ആശ്വാസം നൽകും. പ്രകൃതിയോടും പുതിയ സംസ്കാരങ്ങളോടും അടുത്തിടപഴകുമ്പോൾ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറുകയും കൂടുതൽ പോസിറ്റീവ് ചിന്താഗതി നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്വയം ഭയങ്ങളെ തരണം ചെയ്യാനും ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകാനും യാത്രകളും ക്യാമ്പുകളും നമ്മെ സഹായിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. പാരാലീഗൽ വോളണ്ടിയർ എന്ന നിലയിൽ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യേണ്ടി വരാറുണ്ടല്ലോ. ആ യാത്രകൾ കൂടുതൽ എളുപ്പമാക്കാൻ ഡ്രൈവിംഗ് സഹായിച്ചിട്ടുണ്ടോ? മാഡത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയാമോ ഡ്രൈവിങ്ങിലെ? തീർച്ചയായും. പാരാലീഗൽ വോളണ്ടിയർ എന്ന നിലയിൽ പലപ്പോഴും വിവിധ സ്ഥാപനങ്ങളിലേക്കും ഓഫീസുകളിലേക്കും പൊതുജനങ്ങളെ കാണാനായി യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഡ്രൈവിംഗ് അറിയുന്നത് സമയലാഭത്തിനും സ്വതന്ത്രമായി യാത്ര ചെയ്യുന്നതിനും ഏറെ സഹായമായിട്ടുണ്ട്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ ആവശ്യമായ സമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുന്നത്
വലിയൊരു ആത്മവിശ്വാസമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഡ്രൈവിംഗ് പഠിച്ച അനുഭവം എനിക്ക് വളരെ നല്ലതായിരുന്നു. ആദ്യം ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതൊക്കെ മാറി ഇപ്പോൾ നല്ല ആത്മവിശ്വാസത്തോടെ ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ട്. 2 വീലറിൻ്റെ ലൈസൻസ് എടുത്ത് പിന്നെ അധികം വൈകാതെ തന്നെ 4 വീലറിൻ്റെ ലൈസൻസും എടുത്തിട്ടുണ്ട്. ഇന്ന് വാഹനം ഓടിക്കുമ്പോൾ ലഭിക്കുന്ന ആത്മവിശ്വാസം വാക്കുകളിൽ വിവരിക്കാൻ കഴിയില്ല. ഡ്രൈവിംഗ് എന്നത് കഴിവ് മാത്രമല്ല, ജീവിതത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവസരം ലഭിക്കുമ്പോൾ എല്ലാ സ്ത്രീകളും ഡ്രൈവിംഗ് പഠിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്ത്രീകൾ നിർബന്ധമായും ഡ്രൈവിംഗ് പഠിക്കണമെന്ന് പറയുന്നതിനെക്കുറിച്ച് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? സ്ത്രീകൾ നിർബന്ധമായും ഡ്രൈവിംഗ് പഠിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മാഡം പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി പിന്തുണക്കുന്നു. ഡ്രൈവിംഗ് എന്നത് ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്ന കഴിവ് മാത്രമല്ല, ആത്മവിശ്വാസത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമാണ്. ഇപ്പോൾ ഉദാഹരണമായി അടിയന്തര സാഹചര്യങ്ങളിലും ജോലി, പഠനം, കുടുംബ ആവശ്യങ്ങൾ എന്നിവയ്ക്കുമായുള്ള യാത്രകളിലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ഡ്രൈവിംഗ് അറിവ് നമ്മളെ സഹായിക്കാറുണ്ട്. കൂടുതൽ സ്ത്രീകൾ ഡ്രൈവിംഗ് പഠിക്കുകയും ആത്മവിശ്വാസത്തോടെ വാഹനം ഓടിക്കുകയും ചെയ്യുന്നത് അത് സമൂഹത്തിൽ സ്ത്രീ ശാക്തീകരണത്തിനും തുല്യ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വലിയൊരു മുന്നേറ്റമായിരിക്കും. ഒരു പാരാലീഗൽ വോളണ്ടിയറിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഈ സേവനത്തിലൂടെ ഇതുവരെ മാഡം പഠിച്ച ഏറ്റവും വലിയൊരു ജീവിത പാഠം കൂടി പറയാമോ? ഏറ്റവും വലിയ ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കലാണ് ആദ്യമായി നമുക്ക് വേണ്ട ക്വാളിറ്റി. നിയമങ്ങളും അവകാശങ്ങളും അറിയാത്തതുകൊണ്ട് മാത്രം അനീതികൾ സഹിക്കേണ്ടി വരുന്ന വലിയൊരു വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട്. ചെറിയൊരു വഴികാട്ടൽ പോലും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. രണ്ടാമതായി കേൾക്കാനുള്ള മനസ്സുണ്ടാകുക എന്നുള്ളതാണ്. നിയമസഹായം തേടിയെത്തുന്ന പലർക്കും ആദ്യം വേണ്ടത് അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാളാണ്. ക്ഷമയോടെ കേട്ടിരുന്നാൽ മാത്രമേ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാതൽ മനസ്സിലാക്കാൻ സാധിക്കൂ. മൂന്നാമതായി ക്ഷമയും ആശയവിനിമയം. പലവിധ മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളോട് ഇടപഴകുമ്പോൾ അതീവ ക്ഷമയും കൃത്യമായ ആശയവിനിമയവും അത്യാവശ്യമാണ്. ഒരു പാരാലീഗൽ വളണ്ടിയർ എന്ന സേവനത്തിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്നത് നിയമപരമായ അറിവുകളേക്കാൾ ഉപരി മനുഷ്യത്വവും സഹാനുഭൂതിയുമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു ഉത്തരവാദിത്തമുള്ള മേഖലയിലാണല്ലോ മാഡം പ്രവർത്തിക്കുന്നത്. പാരാലീഗൽ വോളണ്ടിയർ എന്ന നിലയിൽ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ആദ്യമായി പാരാലീഗൽ വളണ്ടിയേഴ്സ് ആരാണ് എന്നുള്ളത് ഞാൻ പറയാം. പാരാലീഗൽ വളണ്ടിയേഴ്സ് എന്ന് പറയുമ്പോൾ നിയമസഹായം സാധാരണക്കാരിലേക്ക് എത്തിക്കാനായി നിയമസേവന അതോറിറ്റികൾ നിയമിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് പാരാലീഗൽ വളണ്ടിയേഴ്സ്. നിലവിൽ ഇപ്പോൾ 10 പാരാലീഗൽ വളണ്ടിയേഴ്സ് കവരത്തി ദ്വീപിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പാരാലീഗൽ വോളണ്ടിയേഴ്സിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിയമപരമായ ഒരു പ്രശ്നം ഉണ്ടായാൽ എവിടെ സമീപിക്കണം, എങ്ങനെ അപേക്ഷ നൽകണം എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കൂടാതെ പോലീസിന്റെയോ കോടതിയുടെയോ സഹായം വേണ്ട ഘട്ടത്തിൽ ശരിയായ ദിശ കാണിച്ചു തരാനും ഞങ്ങൾക്ക് സാധിക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വർഷങ്ങളോളം നമ്മൾ കോടതി കയറി ഇറങ്ങേണ്ടതില്ല. ലോക അദാലത്ത് വഴിയും മീഡിയേഷൻ വഴിയും കുടുംബ തർക്കങ്ങൾ, വസ്തു തർക്കങ്ങൾ, ബാങ്ക് വായ്പാ പ്രശ്നങ്ങൾ, വാഹനാപകട നഷ്ടപരിഹാര കേസുകൾ എന്നിവ സൗഹാർദ്ദപരമായി വളരെ പെട്ടെന്ന് തീർപ്പാക്കാം. ഇതിൽ അപ്പീലില്ല, തീരുമാനം അന്തിമവുമാണ്. വരുന്ന സെപ്റ്റംബർ 12-ാം തീയതി നാഷണൽ ലോക അദാലത്ത് നടക്കാൻ പോകുന്നു. അപ്പോൾ ഇതിൽപ്പെട്ട കുടുംബ തർക്കങ്ങൾ, വസ്തു തർക്കങ്ങൾ, ബാങ്ക് വായ്പാ പ്രശ്നങ്ങൾ, വാഹനാപകട നഷ്ടപരിഹാര കേസുകൾ എന്നിവ സൗഹാർദ്ദപരമായി വളരെ പെട്ടെന്ന് തീർപ്പാക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കുക. അതിക്രമങ്ങളോ അനീതിയോ നേരിടുമ്പോൾ ഭയന്ന് പിന്മാറരുത്. നിയമത്തിന്റെ സംരക്ഷണം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. വനിതകൾ, കുട്ടികൾ, SC/ST വിഭാഗക്കാർ, ഭിന്നശേഷിക്കാർ, വാർഷിക വരുമാനം നിശ്ചിത പരിധിയിൽ താഴെയുള്ളവർ എന്നിവർക്കെല്ലാം സൗജന്യ നിയമസഹായത്തിന് അർഹതയുണ്ട്. ഇനി അവസാനമായി നമ്മുടെ യുവതലമുറയോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ യുവതലമുറയോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, അവസരത്തിനായി നമ്മൾ കാത്തു നിൽക്കരുത്. അവസരം തേടി നമ്മൾ പോവുക. സ്വന്തം കഴിവിൽ വിശ്വാസം ഉണ്ടാവണം. പഠനത്തിലൂടെയും അനുഭവത്തിലൂടെയും സ്വയം വളരുക. പരാജയങ്ങളെ ഭയക്കരുത്. ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കണക്കാക്കുക. അതുപോലെ സാമ്പത്തികമായും മാനസികവുമായും സ്വയം ശക്തരാവുക. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം അനുഭവങ്ങളും ജീവിത പാഠങ്ങളും പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.
നമസ്കാരം. നന്ദി. ഇങ്ങനെയൊരു അവസരം ഒരുക്കിയ കവരത്തി ആകാശവാണിയോട് എൻ്റെ ഹൃദയമായ നന്ദി അർപ്പിക്കുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെൺഫൂരിഷ. നിയമം എല്ലാവർക്കും ഒരുപോലെ സംരക്ഷണം നൽകുന്നതാണ്. നിയമത്തെക്കുറിച്ചുള്ള അറിവ് ഓരോ പൗരൻ്റെയും അവകാശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ശക്തിയാണ്. അതിനായി പ്രവർത്തിക്കുന്നവരാണ് പാരാലീഗൽ വോളണ്ടിയർമാർ. നിയമസഹായം ആവശ്യമുള്ളവരെ ശരിയായ വഴിയിലേക്ക് നയിക്കാനും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനും നീതി എല്ലാവരിലേക്കും എത്തിക്കാനുമുള്ള അവരുടെ സേവനം തീർച്ചയായും അഭിനന്ദനാർഹമാണ്. ഇന്നത്തെ ഫെൺഫൂരിഷയിൽ വിലപ്പെട്ട അറിവുകളും അനുഭവങ്ങളും പങ്കുവച്ച ശ്രീമതി നബീസത്ത് ബിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഈ പരിപാടി തയ്യാറാക്കിയത് ബി സമിയ, സലാഹിയ മൻസൽ. ഏവർക്കും നന്ദി, നമസ്കാരം.